ഇവിടെ രുക്മിണി സ്വയംവരം എന്നത് നമ്മളെയും ഭഗവാനെ നേടാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെയും മുഖ്യമായ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പ്രാപ്തമാവുക എന്നതിനൊരു പ്രാധാന്യമുണ്ട്. ഏതൊരു കാര്യവും വന്നു ചേരണമെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാവണം, അല്ലേ? അർഹത ഉണ്ടാവണം. ഇവിടെ പ്രത്യേകിച്ച് ഈശ്വരനെ നേടുവാനുള്ള അർഹത വേറെ ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ നേടാൻ പറ്റുമോ? അപ്പോൾ നമുക്കൊരു ജോലി നേടാൻ വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോകാൻ റെക്കമെൻഡേഷനോ പിൻവാതിൽ നിയമമോ ഒക്കെ നടത്താം. മറ്റു പലതും നേടാൻ നമുക്ക് പലതരത്തിലും സാധിക്കും. പക്ഷേ ഭഗവാനെ നേടാൻ മാത്രം ഈ ലോകത്ത് എന്തില്ല? ഒരു വളഞ്ഞ വഴിയും ഇല്ല. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രയത്നിച്ച് തന്നെ നേടണം. അപ്രകാരം എങ്ങനെയാണോ ഒരു ജീവൻ ഭഗവാനെ നേടേണ്ടത് എന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിക്കലാണ് ഭാഗവതത്തിലൂടെ, പ്രത്യേകിച്ച് രുക്മിണി സ്വയംവരത്തിലൂടെ. ഇവിടെ ഭീഷ്മകൻ എന്ന് പറയുന്ന രാജാവ് വിദർഭയിലെ രാജാവാണ്. അദ്ദേഹത്തിന് 5 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. ഈ 5 ആൺമക്കളിൽ ഒരു കുട്ടി ഈ പെൺകുട്ടിയോടൊപ്പം ഒരേ സമയത്ത് ഇരട്ട പ്രസവിച്ചതാണ്. അപ്പോൾ മൊത്തം 5 സഹോദരന്മാരും ഒരു സഹോദരി. ഈ സഹോദരിയുടെ പേരാണ് രുക്മിണി എന്നത്. ഈ ഇരട്ട പ്രസവിച്ച് കൂടെയുള്ള സഹോദരന്റെ പേര് വളരെ പ്രധാനമുള്ളതായതുകൊണ്ട് നമുക്ക് ആ പേരിന് മനസ്സിൽ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ സഹോദരന്റെ പേര് രുക്മി എന്നാണ്. ഇവിടെ രുക്മി എന്നും രുക്മിണി എന്നും പേരിന് തന്നെ നല്ല സാമ്യമാണ്, അല്ലേ? നമ്മൾ ഇരട്ട പ്രസവിക്കുമ്പോൾ പൊതുവിൽ പറയില്ലേ, കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും, അല്ലേ? സ്വഭാവത്തിലൊക്കെ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പേര് കൊണ്ട് ഒരുപോലെ തോന്നുമെങ്കിലും ഇവരുടെ സ്വഭാവം നേരെ വിപരീതമാണ്. മനസ്സിലായില്ലേ? രുക്മിണി സദ്ഗുണ സമ്പന്നയാണ്. എല്ലാ ഗുണങ്ങളോടും കൂടിയവളാണ് ആര്? രുക്മിണി. ഇവിടെ രുക്മി ആകട്ടെ എല്ലാ ദുർഗുണങ്ങളും ഉള്ള ആളാണ്. ആര്? രുക്മി എന്ന് പറയുന്ന സഹോദരൻ. ഈ സഹോദരനാണ് മൂത്തത്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് രുക്മിയാണ്. നമ്മൾ ഇരട്ട പ്രസവിക്കുമ്പോൾ ആദ്യം പ്രസവിക്കുന്നതാണ് മൂത്ത കുട്ടി. അപ്പോൾ അങ്ങനെ ജ്യേഷ്ഠന്റെ സ്ഥാനം ആർക്കാണുള്ളത്? രുക്മിക്കാണ് ഉള്ളത്. ഇനി ഇവിടെ എങ്ങനെയാണ് ഭഗവാനോടുള്ള ഇഷ്ടം രുക്മിണിയിൽ ആരംഭിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ വളരെ കുട്ടിക്കാലത്ത് തന്നെ പഠന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ രുക്മിണി സമർത്ഥയാണ്. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ രാജസഭയിലൊക്കെ പോയി അച്ഛനോടൊപ്പം ഇരിക്കുന്ന ശീലം ആർക്കുണ്ട്? രുക്മിണിക്കുണ്ട്, അല്ലേ? കുറച്ച് സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പോയി ഇരിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അച്ഛനെ കാണാൻ വേണ്ടി അനവധി ശ്രേഷ്ഠന്മാരായ മഹർഷിമാർ അവിടെ വരാറുണ്ട്. ഈ മഹർഷിമാരൊക്കെ വന്നു ചേരുന്ന സമയത്ത് ഇവരൊക്കെ നാട്ടിലുള്ള വൃത്താന്തങ്ങളൊക്കെ പറയും. കാര്യം ഇന്നത്തെ കണക്ക് ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഓരോ നാട്ടിലെ കഥകൾ എങ്ങനെയാ? ഈ യാത്ര ചെയ്യുന്ന സന്യാസിമാരും ഈ തീർത്ഥ യാത്ര ചെയ്യുന്നവരൊക്കെ വരുമ്പോഴാണ് ഈ അന്യവൃത്താന്തങ്ങളും കഥകളും ഒക്കെ അറിയാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരോടൊക്കെ എന്തൊക്കെയാണ് ലോകത്തെ വിശേഷങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കൃഷ്ണനെ കുറിച്ചിട്ടാണ്. ഇവരെല്ലാവരും ആ സമയത്ത് പറയുന്നത് ആരെക്കുറിച്ചാണ്? കൃഷ്ണനെ കുറിച്ചാണ്. കാരണം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് കംസനെ വധിച്ചത്. അതിനു മുമ്പ് പൂതനയെ കൊന്നു, ഇല്ലേ? അതിനു മുമ്പ് കാളിയന്റെ മുകളിൽ നടനമാടി. ഇങ്ങനെ കൃഷ്ണനെ കുറിച്ച് ഇവരൊക്കെ പറയും. വിശിഷ്യ ഇവിടെ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നാരദരാണ്. ഭഗവാനെ കുറിച്ച് പറയാൻ നാരദരോളം കഴിവ് വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ, ഉണ്ടോ? കാര്യം എല്ലാ സമയത്തും നാരായണ നാരായണ എന്ന് ജപിച്ച് യാത്ര ചെയ്യുന്ന ആളാണ് ആര്? നാരദര്. മനസ്സിലല്ലേ? ഈ നാരദർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുഖം, ചിലരുടെയൊക്കെ മുഖം ഒന്ന് ചുളിയുന്നുണ്ട്. ഇവിടെ നമ്മളൊക്കെ ഈ നാരദരെ തെറ്റായി ധരിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ദൈവദോഷം. മനസ്സിലായില്ലേ? ഈശ്വരദോഷം. ഈ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയായതിനെ മോശമായി ധരിക്കുന്നതാണ്, തെറ്റിദ്ധരിക്കുന്നതാണ് ദുഃഖത്തിന്റെ കാരണം. നമ്മുടെയൊക്കെ ധാരണയിൽ നാരദര് പരദൂഷണം പറയുന്ന ആളിൻ്റെ കണക്കാണ്. അതുകൊണ്ടാണ് നാട്ടിൽ പരദൂഷണം പറയുന്നവരെയൊക്കെ നമ്മൾ നാരദി എന്നൊക്കെ വിളിക്കും, ഇല്ലേ? യഥാർത്ഥത്തിൽ നാരദര് പരദൂഷണം പറയുന്ന ആളല്ല, പരഭൂഷണം പറയുന്ന ആളാണ്. ദൈവത്തിനെ പുകഴ്ത്തി പറയുന്ന ആളാണ് നാരദര്.
നമ്മൾ പരദൂഷണം പറയുന്നത് എന്തിനാ? നല്ലവരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നാട്ടിൽ ആരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ അവരോട് അസൂയ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയാ എന്ത്? മനസ്സിലായില്ലേ? ചിലർക്ക് ഭയങ്കര അഭിമാനമാണ്. നേരം വെളുത്താൽ ഉറക്കം എണീക്കുന്നതിന് നാട്ടുകാരെ കുറ്റം കണ്ടുപിടിക്കാൻ. 10 പേരുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് ഉറക്കം വരുന്നില്ല. ഒക്കെയോ ഇതൊരു വലിയ കാര്യത്തിന് നടക്കാം. റോഡിൽ കൂടെ പോകുന്നവർ വരെ തടഞ്ഞു നിർത്തി പറയാം, അറിഞ്ഞോ അറിഞ്ഞില്ലയോ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ, അവളെ മോൻ ശരിയല്ല. ഇത് പറയുന്നത് എന്ത് വൃത്തികേടാണ്! ഈ സ്വഭാവമാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പരദൂഷണം സജ്ജനങ്ങൾക്ക് യോജിച്ചതല്ല. ചിലർ അമ്പലത്തിൽ പോലും പോകുന്ന പരദൂഷണം പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം 10 പേരെ അവിടെ കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചില അമ്പലങ്ങളിൽ പോയാൽ കാണാം, ഭഗവാൻ അവിടെ പൂജയൊക്കെ നടക്കും. ഇത് കഴിഞ്ഞൊന്ന് തൊഴിലിട്ട് വന്നിരുന്ന് ഇപ്പുറത്തോട്ട് വന്ന് വട്ടമേശ സമ്മേളനം. ചില ആൾക്കാർ യജ്ഞത്തിനും വരുമോ? തമാശയ്ക്ക് പറഞ്ഞല്ല. ഒരു സ്ഥലത്ത് അനുഭവം ഉണ്ടായി. യജ്ഞം നടന്ന് പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരമ്മ പുറത്തുനിന്ന് ഇങ്ങനെ വന്നു. എല്ലാവരെയൊക്കെ നോക്കി ഫ്രണ്ടി വന്നു തൊഴുതു. നേരെ തിരിച്ചു പോയി ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് പോയി ഇരുന്നട തൊട്ട് മറ്റേയാളുടെ ദേഹത്തിട്ട് ഞോണ്ടി അവരോട് കാര്യം ചോദിച്ചിരുന്നു. അവരാദ്യം ആ കസേര നീട്ടി അപ്പുറത്ത് പോയിരുന്നു. പതുക്കെ ഇവരും കൂടി എനിക്ക് അവിടെ ചെന്നിരുന്നു. അവർ അടുത്ത കസേരയിൽ പോയിരുന്നു. ഇവർ വീണ്ടും അവിടെ പോയിരുന്നു. ഒരു 4 കസേര മാറിയിട്ട് അവർ പിന്നെ എണീറ്റങ്ങ് വീട്ടിൽ പോയി. ഇപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? അവിടെ നിർത്തിയില്ല, അടുത്ത ഇരിക്കുന്ന ആളിൻ്റെ അടുത്ത് പോയി. മനസ്സിലായില്ലേ? അങ്ങനെ യജ്ഞശാലയിൽ ഒരു 10-16 പേരെ ഇവർ എണീപ്പിച്ചങ്ങ് വിട്ടു. ഈ 16 പേരെ എണീപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശപ്പ് വന്നു. ഇവർ എണീറ്റ് നേരെ ആഹാരം കഴിക്കാൻ. എന്തൊരു സന്തോഷം! അങ്ങനെയുള്ള ചില സ്വഭാവമുണ്ട് ചിലർക്ക്. അപ്പൊ അതല്ല നാരദർ ഈശ്വരൻ. നാരദര് ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ഇടപെടുന്നത്. മനസ്സിലായില്ലേ? അത് ഒരിക്കലും നല്ല ആൾക്കാരെ കുറിച്ച് മോശമായി യാതൊന്നും ആരും പറഞ്ഞിട്ടില്ല. നാരദർ പറഞ്ഞിട്ടില്ല. നാരദര് നാരായണ എന്ന് ജപിക്കുന്ന ആളാണ് എല്ലാ സമയത്തില്ലേ. നാരദരെ നമ്മൾ മോശക്കാരനാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നത്? സാക്ഷാൽ വിഷ്ണുവിനെയാണ് അല്ലേ? നാരായണ മന്ത്രം ജപിച്ച ഒരാൾ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പുച്ഛിക്കുന്നത്? നാരായണനെയാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരി, ഇവിടെ നാരദ മഹർഷിയാണ്. ഇവിടെ ഭീഷ്മകന്റെ കൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ആ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ആ കൃഷ്ണനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. കൃഷ്ണന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയും. ഇത് കേൾക്കാൻ ആർക്ക് ഇഷ്ടം കൂടുതലായി? രുക്മിണിക്ക് ഇഷ്ടം കൂടുതലായി. രുക്മിണി കൃഷ്ണന്റെ കഥ പറഞ്ഞു തുടങ്ങിയാൽ അവിടെ രുക്മിണി അടുത്ത് ചെന്നെങ്കിലിരിക്കും അല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ അങ്ങനെയല്ലേ? കഥ കേൾക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചെന്ന് കൂടുതൽ അടുത്തോട്ട് ചെന്നെങ്കിലിരിക്കും. അങ്ങനെ രുക്മിണി ചെന്ന് അടുത്തിരിക്കും. ഇവിടെ നാരദർ പറഞ്ഞങ്ങോട്ട് നിർത്തുമ്പോൾ രുക്മിണി ചോദിക്കും, എന്നിട്ട് എന്തായി? മനസ്സിലായില്ലേ? അതായത് അതുവരെ പറഞ്ഞിട്ട് ഇനി എന്തായി അതും കൂടെ കേൾക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് നാരദർ അവിടുന്ന് പോകും. പോയി കഴിഞ്ഞാലോ ഈ കേട്ട കഥകളെല്ലാം തോഴിമാരോട് പറഞ്ഞു കൊടുക്കും. അതായത് കീർത്തിക്കുക, കേട്ടത് മറ്റുള്ളവരോട് പറയുക. ഇങ്ങനെ കേട്ടും പറഞ്ഞും മനസ്സിന് ഒരാരാധന അങ്ങോട്ട് വർദ്ധിച്ചു. പിന്നീട് നാരദർ വരുന്ന പ്രതീക്ഷിച്ചിരിക്കും. എല്ലാ ദിവസവും നിന്ന് നോക്കും, ഇല്ല മഹർഷി വരുന്നില്ലല്ലോ, നാരദർ വരുന്നില്ലല്ലോ. നാരദർക്ക് മനസ്സിലായി കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? രുക്മിണിക്ക് താല്പര്യമുണ്ട് അല്ലേ? ഇവിടെ ഗുരുക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗുരുനാഥന്മാർക്ക് ഈശ്വരനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അവരങ്ങോട്ട് ചെന്നോളും. മനസ്സിലായില്ലേ? അവർ സമയം കണ്ടെത്തി അങ്ങോട്ട്. നമ്മൾ ഭഗവാനെ അറിയാൻ ആഗ്രഹിച്ചാൽ മതി. ബാക്കി എല്ലാ ഭാഗ്യവും ആര് തരും? ഭഗവാൻ തരും. ബാക്കിയുള്ള ഭാഗ്യത്തെ പണവും സമ്പത്തും അല്ല പറഞ്ഞത്. ഈശ്വരനെ അറിയാനുള്ള അവസരം ഭഗവാൻ നമ്മളെ ദത്തെടുക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ട അറിവെല്ലാം ഭഗവാൻ നമ്മൾ അടുത്തേക്ക് ആളിനെ അയച്ച് നമ്മളിലേക്ക് പകരും. ഇല്ലെങ്കിൽ ഭഗവാൻ തന്നെ നേരിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നാരദ മഹർഷി പിന്നെ ഇടയ്ക്കിടയ്ക്കോടെ വരാൻ തുടങ്ങി. ഭീഷ്മകന്റെ കൊട്ടാരത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഈ നാരദർ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയുക, ഇത് കേൾക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ശീലമായി മാറി. അങ്ങനെ കേട്ട് ഉത്തമമായ ശ്രവണത്തിലൂടെ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ വന്നു അല്ലേ? ആ ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങി. ആ ഭഗവാനോടൊരു ആരാധന വന്നു. ആ ഭഗവാനോടൊരു പ്രേമം ഉടലെടുത്തു, ഒരു ഭക്തി ഉടലെടുത്തു. അങ്ങനെ ആ ഭഗവാനെ വന്ദിക്കാൻ തുടങ്ങി, മനസ്സുകൊണ്ട് അർച്ചിക്കാൻ തുടങ്ങി, പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭഗവാനുമായി ഒരാത്മബന്ധം
കൃഷ്ണനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് രുക്മിണിക്ക് ഒരു ശാന്തി കിട്ടുന്നത്, മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഒരു ആത്മബന്ധം ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രുക്മിണി വളർന്ന് യുവതിയായി മാറി. അപ്പോൾ ഒരു പെൺകുട്ടി വളർന്ന് യുവതിയാവുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളാണല്ലോ ഒരു വിവാഹം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരെ വിവാഹ കാര്യത്തെക്കുറിച്ച് ആർക്ക് ചിന്തയുണ്ടാവും? മാതാപിതാക്കൾ ചിന്ത. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വളരുന്നതിന് മുമ്പ് തന്നെ കുട്ടികളൊക്കെ ചിന്തിച്ചു തുടങ്ങും. ഇപ്പം അങ്ങനെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ വേണമെങ്കിൽ തിരക്കിയിട്ടൊക്കെ നടത്തിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ മിക്കവാറും അവർ വിവാഹത്തിന് തലേന്ന് ഒളിച്ചോടുന്നത് കാണേണ്ടി വരും. പണ്ടങ്ങനെയല്ല മാതാപിതാക്കൾ. ഇവിടെ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ വിവാഹ കാര്യങ്ങളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളാകുമ്പോൾ കുറച്ചുകൂടി ജീവിതാനുഭവം ഉള്ളവരാണ് അല്ലേ. അവർ കുറേ കൂടി ആ ജീവിത സാഹചര്യങ്ങളും കൂടി മനസ്സിലാക്കി ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കുറച്ചുകൂടി കഴിവ് അവർക്കുണ്ടാവും. നേരെ മറിച്ചൊരു 15-16 വയസ്സെത്തിയ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? അത്രയും പക്വത ഉണ്ടാവും, അത്രയും കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ശരി, ഇവിടെ എന്തായാലും രുക്മിണിയുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു. ഈ സമയത്ത് രുക്മിണി ഈ കാര്യം അറിഞ്ഞു. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. രുക്മിണിക്ക് ഭഗവാനോടുള്ള ഇഷ്ടം മൂത്ത് ഭഗവാനെ തന്നെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം രുക്മിണിയിലുണ്ടായി. പക്ഷേ രുക്മിണിയുടെ സഹോദരൻ, മുമ്പേ പറഞ്ഞല്ലോ രുക്മിക്കാകട്ടെ ഒരിക്കൽ പോലും ഈ കൃഷ്ണനെ അംഗീകരിക്കുന്ന ആളല്ല. കൃഷ്ണനോട് ശത്രുതയുള്ള ആളാണ് ആര്? രുക്മി. കാരണം എല്ലാ ദുർഗുണങ്ങളുമുള്ള ആളാണ്. മനസ്സിലായി? ദുർഗുണങ്ങളുള്ള ആൾക്കാര് സദ്ഗുണമുള്ളവരോട് ചേരുമോ? മോശം സ്വഭാവമുള്ളവർ നല്ല സ്വഭാവമുള്ളവരെ ഇഷ്ടപ്പെടുമോ? കാരണം അവർക്ക് നല്ല സ്വഭാവമുള്ളവരോട് അവർ പറയും അവരാണ് തെറ്റ് കുഴപ്പക്കാരെന്ന് പറയും. മനസ്സിലായില്ലേ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ രുക്മിക്ക് ഇവിടെ കൃഷ്ണനെ അംഗീകരിക്കില്ല എന്ന് രുക്മിണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ വിവാഹം കൃഷ്ണനോട് നടത്തണമെന്ന് പറയാനൊരു പേടിയുണ്ട്. ഇനി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയാം എന്ന് വിചാരിച്ചാലൊരു കുഴപ്പമുണ്ട്. ഈ അച്ഛനും അമ്മയ്ക്ക് വരെ രുക്മിയെ പേടിയാണ്. മക്കള് നേരെ ചൊവ്വയുള്ള നല്ല മക്കളല്ലെങ്കിൽ മക്കളെ ആര് പേടിക്കണം? മക്കള് നേരെ ചൊവ്വയല്ലെങ്കിൽ മക്കളെ ആര് പേടിക്കണം? മാതാപിതാക്കൾ പേടിക്കേണ്ടി വരും. ആദ്യം കുറച്ചാൾ നാട്ടുകാർ പേടിക്കും, പിന്നെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടി ദുഃഖിക്കേണ്ടി വരുന്ന ആരാ? മാതാപിതാക്കളാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും നല്ല സദ്ഗുണ സ്വഭാവമുള്ളവരാക്കി വളർത്താൻ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അല്ലാതെ അവർക്ക് വേണ്ടി പണവും സമ്പത്തും മാത്രം നേടിവെക്കാൻ ആവരുത് അച്ഛനും അമ്മയും ജീവിക്കേണ്ടത്. നല്ല ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ 2 ദിവസം മുമ്പ് കണ്ടു, കേരളത്തിൽ 23 വയസ്സുള്ള ഒരു പയ്യൻ സ്വന്തം മുത്തശ്ശിയെയും അമ്മയെയും ഒക്കെ ചുറ്റിയില് കൊണ്ട് നിർദാക്ഷിണ്യം, മനസ്സിലാക്കുക, ചുറ്റിയല് കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ദയനീയ കാഴ്ചപ്പാട്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സർക്കാർ പോലും നമ്മൾ ചിന്തിച്ചു? അത്ര കണ്ടും മയക്കുമരുന്നാണ്, അത്ര കണ്ടും മയക്കുമരുന്നിന്റെ ലോകമാണ്. വളർന്നുകൊണ്ട് വരുന്ന കൊച്ചു കുഞ്ഞുങ്ങള് ആണും പെണ്ണും എന്ന് വ്യത്യാസമില്ലാതെ മയക്കുമരുന്നിന് അടിമപ്പെടുന്നതിന് സർവ്വസ്വാതന്ത്ര്യവും കൊടുത്ത് യാതൊരു നടപടിയുമില്ലാതെ ലഹരി മാഫിയകളെ വളർത്തി മദ്യശാലകളുടെ എണ്ണം കൂട്ടി, ഷാപ്പുകളുടെ എണ്ണം വർദ്ധിച്ച്, മദ്യനിർമ്മാണ കമ്പനികൾ തുടങ്ങി, കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം നാട്ടില് സുലഭമാകുമ്പോൾ അതിന് തടയിടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാ ഉള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക. തെറ്റ് ചെയ്തതിന് ശേഷം 5-6 പേരെ കൊന്നതിന് ശേഷം പിടിച്ച് ജയിലിലിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത്തരം അപകടത്തിലൂടെ പോണെ. അപ്പോ നേരായ മക്കളല്ലെങ്കിൽ അവരെ മാതാപിതാക്കൾ ഭയക്കേണ്ടി വരും, സംശയം വേണ്ട. ഇവിടെ രുക്മിയ ഭയമാണ് ആർക്ക്? ഇവിടെ മാതാപിതാക്കൾക്ക്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ രുക്മി വേറൊരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്.
അതായത് രുക്മിണിയെ കല്യാണം കഴിക്കാൻ ഒരാൾ നേരത്തെ നടപ്പുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാനല്ല, വേറെ ആൾ നടപ്പുണ്ട്. അയാൾക്ക് മനസ്സുകൊണ്ട് രുക്മിണിയോട് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ നേരത്തെ തന്നെ ഈ കാര്യം സഹോദരനായ രുക്മിണിയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേർന്നോ. അത് ശിശുപാലൻ എന്ന് പറയും. ചോതി രാജ്യത്തെ രാജാവായ ശിശുപാലൻ. ഈ ശിശുപാലനും ഭഗവാന്റെ ശത്രുവാണ്. ഭഗവാന്റെ കൈകൊണ്ട് മരണം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന ആളാണ് ശിശുപാലൻ. പൂർവ്വജന്മത്തിലെ രാവണനാണ് ശിശുപാലൻ. അതിന് തൊട്ടു മുമ്പുള്ള ജന്മത്തിൽ ഹിരണ്യകശിപുവാണ്. പ്രഹ്ലാദത്തിലെ നരസിംഹമൂർത്തിനെ കൈകൊണ്ട് മരിക്കുന്ന ഹിരണ്യകശിപുവാണ് ശിശുപാലൻ. ആ ശിശുപാലൻ വളരെ കാലം മുമ്പ് തന്നെ രുക്മിണിയെ കണ്ട് മോഹിച്ച് നടക്കുന്ന ആളാണ്. ആ മോഹം തൻ്റെ കൂട്ടുകാരനായ രുക്മിണിയുടെ സഹോദരനോട് പറഞ്ഞ സമയത്ത് രുക്മിണി പറഞ്ഞു, തീർച്ചയായും എൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നിന്നോട് തന്നെയായിരിക്കും ഉറപ്പും കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഉറപ്പ് കൊടുത്തിട്ടുള്ള ആൾ മാറുമോ? മാറില്ല. അതുകൊണ്ട് ഇത് പറയാനും പാടില്ല. അപ്പൊ ശിശുപാലനുമായി തന്നെ വിവാഹം നടത്തുമോ എന്നാര് ഭയന്നു? രുക്മിണി ഭയന്നു. അപ്പൊ അതിൽ പെടാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കളോട് ഒരു തന്ത്രം പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ വിവാഹം അതൊരു സ്വയംവരമായി നടത്തണം. സ്വയംവരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ യോഗ്യരായ വരന്മാരെ എല്ലാവരെയും ക്ഷണിച്ച് ആ വിവാഹത്തിന്റെ ആ വലിയ മണ്ഡപത്തിൽ ഇങ്ങനെ അവരെ ഇരുത്തും, അർഹമായ സ്ഥാനങ്ങളിൽ ഇരുത്തും. ഇരുത്തിക്കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരെ മുഴുവൻ പരിചയപ്പെടുത്തും ആ വരന്മാരെ. എന്നിട്ട് ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള ആളിനെ സ്വീകരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടമുള്ള ആളിന്റെ കഴുത്തില് മാല ചാർത്തി വരനായി സ്വീകരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും സ്വാതന്ത്ര്യം ലോകത്ത് വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇവിടെയാണ് ഹിന്ദുവിന്റെ ധർമ്മത്തിന്റെ വിശാലത. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില ആൾക്കാർ മൈക്കിന്റെ മുമ്പിലൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. എന്താ കാരണം? കുടുംബങ്ങളെ തകർക്കാനും ആണും പെണ്ണും തെരുവിൽ കിടന്നടിക്കുന്നവരായും ശത്രുക്കളായും മനുഷ്യനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഹിന്ദുക്കളെയാണ്. ജാതി പറഞ്ഞ് അല്ലേ, അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രീയം പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നിലനിർത്തുന്നത്. നമ്മുടെ ദൈവങ്ങളെ കുറിച്ചല്ലാതെ വേറെ ഏതെങ്കിലും ഈശ്വര സങ്കല്പങ്ങളെ കുറിച്ച് ആരെങ്കിലും പരസ്യമായി കുറ്റം പറയാറുണ്ടോ? ഉണ്ടോ? എന്താ കാരണം? അവർക്ക് ഐക്യമുണ്ട്, അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ നേരെ ചെന്നാൽ അടുത്ത വർഷം ഭരണത്തിൽ കയറാൻ പറ്റാതുണ്ട്. ഹിന്ദുവിനെ സംബന്ധിച്ചോളോ തമ്മിലടിപ്പിക്കാൻ അല്ലേ, ഏതിൻ്റെ കാര്യം പറഞ്ഞ് തമ്മിലടിപ്പിക്കാം. നമ്മൾ നാലോചിക്കും, ഈ ശിവരാത്രിയോടൊക്കെ അനുബന്ധമായി നടന്ന കുംഭമേളയെ കളിയാക്കി എത്ര പേരുണ്ട്? നമ്മുടെ നാട് ഭരിക്കുന്നവരടക്കം. ഗണപതി ഭഗവാൻ മിത്താണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞവരില്ലേ? ശബരിമല അയ്യപ്പനെ അവഹേളിക്കുന്നവരില്ലേ? ഇതെന്താ കാരണം? നമുക്ക് ഐക്യമില്ലാത്തതാണ്. നമ്മൾ തമ്മിക്കടന്നടിക്കുന്ന ഈ കാലുവാരുന്ന ഞണ്ടിനെ പോലെ ഹിന്ദുവിൻ്റെ അവസ്ഥ. ഒരുത്തം മേലോട്ട് കയറുമ്പം അടിയിൽ കിടക്കുന്നവൻ കാലയെ പിടിച്ച് താഴെയിടും, എന്നിട്ട് ഇവൻ കയറുമ്പോൾ മറ്റവൻ പിടിച്ചിടും. ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെടുവോ? ആദ്യം ഈ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റുക, ഈ ദുർഗുണങ്ങളൊക്കെ മാറ്റി ഒന്നിച്ച് നിൽക്കാൻ പഠിക്കാം. ഇവിടെ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് അല്ലേ? ആ ഗുരുദേവൻ തന്നെ പറഞ്ഞെന്താ? സംഘടിച്ച് ശക്തരാകുക. ഗുരുദേവൻ സംഘടിച്ച് ശക്തരാവാൻ പറഞ്ഞ ഏതെങ്കിലും ജാതിയോടല്ല, ആണോ? ഈ സനാതന ധർമ്മത്തിലുള്ള എല്ലാവരോടും പറഞ്ഞത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും അറിവ് കൊണ്ട് ഉയരാൻ. സംഘടിച്ച് ശക്തരാവണം, അറിവ് കൊണ്ട് ഉയരാൻ. ഇന്നോ നമ്മളതിനെ പിന്തുടരുന്നുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഗുരുവിനെയോ ചട്ടമ്പിസ്വാമിയോ വിവേകാനന്ദനെയൊക്കെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞതിനെ പാലിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗുരുദേവന്റെ അവകാശം പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന അമ്പലങ്ങളിൽ പോലും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കരിയും കരിമരുന്നും വേണ്ട നമുക്ക്. എത്ര അമ്പലക്കാർ ഇത് പാലിക്കുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഗുരുവിനെ പിന്തുടരുന്നവരും ഗുരുവിനെ നിന്ദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നതിനെ ജീവിതത്തിൽ പാലിക്കലാണ്, അല്ലാതെ ഒരു പ്രതിമ എടുത്ത് വെച്ചിട്ട് അതിന്റെ പുറകിൽ നിൽക്കലല്ലല്ലോ. ആണോ? അതാണോ പിന്തുടരുന്നത്? അല്ല, പറയുന്നത് ജീവിതത്തിൽ പാലിക്കലാണ്.
ഗുരുദേവൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, കരിയും കരിമരുന്നും നമുക്ക് വേണ്ട. നമ്മുടെ നാളെ ഈ കൊല്ലം ജില്ലയിൽ കരിമരുന്ന് കൊണ്ട് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത്തും അതിൻ്റെ തൊട്ടടുത്തൊരു ഗുരുദേവ മന്ദിരം ഉണ്ടായിരുന്നു. അത് സഹിതമാണെന്ന് പൊട്ടിത്തെറിച്ചത് പരവൂര് പുറ്റിങ്ങൽ. മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാർ ആശീലവാക്കി പിന്നെ പുതിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പൊട്ടിത്തെറിച്ചത് ഗുരുദേവന്റെ ദർശനമാണ്. പ്രതിമ പണിഞ്ഞത് കൊണ്ട് പകരമാവില്ലാവോ? നമ്മൾ ചിന്തിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്താണോ അത് പാലിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. ശരി, ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ശിശുപാലൻ നേരത്തെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, രുക്മിണി അത് ഉറപ്പുവരുത്തിട്ടുണ്ട്. അതുകൊണ്ട് രുക്മിണി മാതാപിതാക്കളോട് പറഞ്ഞു സ്വയംവരം മതി. നമ്മൾ പറഞ്ഞില്ലേ സ്വയംവരം സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഇല്ലേ? സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും വലിയ അവകാശം കൊടുക്കുന്നു. ഇനി സ്ത്രീകൾക്ക് അത്രയാണോ? നമ്മുടെ ഹിന്ദു ധർമ്മത്തെ മതത്വമൊക്കെ ആദ്യത്തെ സ്ഥാനം നമ്മൾ ഇന്നലെ പറഞ്ഞു. ശിവനോടൊപ്പം ശക്തി ആരാണ്? ആരാ? പാർവതിയാണ്. മനസ്സിലായില്ലേ? ശിവന്റെ ശക്തി പാർവതിയാണ്. വിഷ്ണുവിന്റെ സമ്പത്താര? ലക്ഷ്മിയാണ്. ബ്രഹ്മാവിന്റെ ജ്ഞാനാര? സരസ്വതിയാണ്. ഇതെല്ലാം ദേവതമാരില്ലേ? സ്ത്രീഭാവമല്ലേ? ഇനി നമ്മുടെ ദേവന്മാരുടെ പേര് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ലക്ഷ്മി നാരായണൻ, ഉമാമഹേശ്വരൻ അല്ലേ? സീതാരാമൻ ആണോ? രാധാകൃഷ്ണൻ. ആദ്യത്തെ പേരാർക്ക? അമ്മയ്ക്കാണ്. ഇനി നമ്മളെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോഴോ മാതാപിതാ ഗുരുദൈവം. അമ്മ കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ്റെ പേര് പറഞ്ഞത്, അത് കഴിഞ്ഞാണ് ഗുരു. അപ്പൊ മാതാപിതാ ഗുരുദൈവം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം. ഇനി പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ, ഇപ്പോഴാണ് ആൾക്കാർക്ക് ഈ പലതും പലതരത്തിലായിപ്പോയത്. ഒരു വീട്ടിലെ ഒരു മംഗളത്തിന് ഒരു കല്യാണക്കുറി അടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശത്തിന് കുറി അടിച്ചാൽ ആദ്യം അടിക്കുന്ന പേര് അമ്മയുടേതാണ്. അത് കഴിഞ്ഞാണ് അച്ഛൻ്റെ പേര്. മനസ്സിലായില്ലേ? നമ്മുടെ ആചാരപ്രകാരം ആദ്യം അമ്മയുടെ പേരാണ്, അത് കഴിഞ്ഞാണ് വിത്ത് എന്നൊക്കെ കൊടുത്ത് അച്ഛൻ്റെ പേര് അടിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്ഥാനം മാതൃത്വത്തിനാണ്. എത്ര വിശാലമായി ചിന്തിക്കുന്നവരാ നമ്മൾ. ഇവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഓരോ കാലത്ത് ആരോ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞ് മനുസ്മൃതിയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. ഞാനല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഹിന്ദുവിന്റെ ധർമ്മം ഏറ്റവും മോശപ്പെട്ടതാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അതേ മനുസ്മൃതിയിൽ മനു അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടമാണ് ശ്രേഷ്ഠം ദേവതകൾ കളിയാടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നല്ല പറഞ്ഞത്, സ്ത്രീയെ സംരക്ഷിക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വളച്ചൊടിച്ചു ഈ മുഹൂർത്തം 3 തവണ പകർത്തി എഴുതിയാൽ മൂത്രമായി മാറും എന്നതുപോലെ വളച്ചൊടിച്ച് പറഞ്ഞ് വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ ശരി, ഇവിടെ ആ സ്വയംവരത്തിന് വേണ്ടി തയ്യാറായി. അപ്പൊ ശിശുപാലൻ രുക്മിയോട് ചോദിച്ചു, സ്വയംവരം നടക്കുമ്പോൾ പ്രശ്നമില്ലേ? വേറെ ആരെങ്കിലും വന്നാലോ? രുക്മി പറഞ്ഞു, ആര് വരാൻ? ഞാനും നീയും കൂടെ ഒരുമിച്ച് ചെയ്താൽ നമ്മളെ പേടിച്ച് ആരും കൂടെ വരുത്തില്ല. മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ല, നേരത്തെ തന്നെ നാട് നീളെ ഒരു വാർത്ത പരത്തി. എന്താ? രുക്മിണിയെ കല്യാണം കഴിക്കുന്നത് ശിശുപാലനാണ്. അവരെ തമ്മിലാണ് കല്യാണം. രുക്മി അങ്ങനെയാണ് നടന്നോളൂ. സ്വയംവരത്തിന്റെ പേരിന് വെച്ചിരിക്കുകയാണ് എന്ന് നാട് നീളെ പറഞ്ഞു വരുത്തി. എന്താ കാരണം? ശിശുപാലൻ തന്നെ ക്രൂരനാണ്. ശിശുപാലനെ ഭയന്നാരും ഇവിടെ വരില്ല. ഇനി ഇത് മാത്രമല്ല, ഇവിടെ രുക്മി ഈ കല്യാണത്തിന് ആൾക്കാരെ ക്ഷണിക്കണമല്ലോ. ഇങ്ങോട്ട് വരണമെങ്കിൽ രാജാക്കന്മാരെ കത്തയച്ച് വിളിച്ചു വരുത്തണം. അല്ലാതെ വെറുതെ ഒരു സ്വയംവരം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പെണ്ണ് കെട്ടാൻ വരത്തില്ല. അവരെ ക്ഷണിക്കണം. അങ്ങനെ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാരോട് പറഞ്ഞു, ഒരു കാരണവശാലും ശ്രീകൃഷ്ണനെയോ ബലരാമനെയോ ക്ഷണിക്കരുത്. അവരെ മാത്രമല്ല, യാദവ കുലത്തിലുള്ള ആരെയും ക്ഷണിക്കരുത്. കാരണം ആരെങ്കിലും വന്നാൽ അവരെ കൂടെ ചിലപ്പോൾ കൂട്ടുകാരനെന്നും പറഞ്ഞെങ്കിലും കൃഷ്ണൻ വരാം. മനസ്സിലായില്ലേ? ഒരു തരത്തിലും വരാനുള്ള അവസരം കൊടുത്തില്ല. അങ്ങനെ സ്വയംവരത്തിന്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. 2 ദിവസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്താണ് രുക്മിണി ഞെട്ടിക്കുന്ന ഒരു സത്യം അറിയുന്നത്. എന്താ ഞെട്ടിക്കുന്ന സത്യം? കൃഷ്ണനെ വിളിച്ചിട്ടില്ല. കൃഷ്ണനോടാണല്ലോ ഇഷ്ടം. കൃഷ്ണനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നാണ് രുക്മിണിയുടെ തീരുമാനം. പക്ഷേ ആ ആളിനെ എവിടേക്ക് വിളിച്ചിട്ടില്ല?
ഈ സ്വയംവരത്തിന് വിളിച്ചിട്ടില്ല. അപ്പൊ വിളിച്ചിട്ടില്ലെങ്കിൽ ആള് വരുമോ? വരില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നതെന്ന് ആലോചിച്ചു. രുക്മിണി വളരെ ബുദ്ധിപൂർവം ആ അവരുടെ കുടുംബദേവതയുടെ ആരാധനാ ദേവതയുടെ ക്ഷേത്രത്തിലെ പണ്ഡിതനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെ എന്ത് ചെയ്തു? ദൂതനായി അയച്ചു. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പുരാണത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജനിക്കുന്നത് കൊണ്ടോ പൂണൂലിടുന്നത് കൊണ്ടോ അല്ല ബ്രാഹ്മണൻ. മനസ്സിലാകുന്നുണ്ടോ? അച്ഛൻ നമ്പൂരി ആയതുകൊണ്ട് മോൻ നമ്പൂരി എന്ന് പറയുന്ന ജാതിയാണ്, അത് ബ്രാഹ്മണനല്ല. അച്ഛൻ പട്ടതിരിപ്പാടായിട്ട് മോൻ പട്ടതിരിയാവുന്നതും ജാതിയാണ്. അച്ഛൻ നായരാണെങ്കിൽ മോൻ നായരാവുന്നത് ജാതിയാണ്. അച്ഛൻ ഈഴവനാണെങ്കിൽ മോൻ ഈഴവനാവുന്നത് ജാതിയാണ്. അച്ഛൻ കുറവനോ പോലെ ഏത് സമുദായമാവാം, ഏതിൽപ്പെട്ടതാണെങ്കിലും മക്കളാവുന്നത് ജാതിയാണ്. ഇവിടെ ബ്രാഹ്മണ്യം എന്നത് ജാതിയല്ല. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിയായ നിലയിൽ നമ്മൾ അറിയണം. ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ, ജ്ഞാനമുള്ളവനാരോ ബ്രാഹ്മണൻ. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വരജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. ഇവിടെ ഭാഗവതം ജയിച്ചതാരാ? വ്യാസനാണ് അല്ലേ? വ്യാസൻ ബ്രാഹ്മണനാണോ? ആണോ? ജാതി കൊണ്ടല്ല, പക്ഷെ ബ്രാഹ്മണനാണ്. ബ്രഹ്മജ്ഞാനമുള്ള ആളാ. ജാതി കൊണ്ട് അരേ കുലത്തിൽ ജനിച്ച ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആരും ജന്മം കൊണ്ടല്ല ഇവിടെ ബ്രാഹ്മണനാവുന്നത്. ജന്മം കൊണ്ട് എല്ലാവരും ഒരുപോലെ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. കർമ്മം കൊണ്ട് വരുന്നതാണ് വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനാവുന്നത്. ഇപ്പൊ നമ്മൾ ജാതി തലം വെച്ചിട്ടാണല്ലോ ഇപ്പൊ ആകെ നമ്മുടെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതി ഏതാ? എല്ലാ ജാതി തിരിച്ചല്ലോ. ഇനി ഭഗവാനെ തിരിക്കാം. ഭഗവാന്റെ ജാതി ഏതാ? യാദവ കുലമല്ലേ? യാദവൻ എന്നാണ് അല്ലേ? ഇന്നത്തെ ഭരണഘടനാപരമായി ജാതി സെൻസസ് നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗത്തിന്റെ 8ാമത്തെ പട്ടികയിലാണ് കൃഷ്ണനുള്ളത്. മനസ്സിലായോ? നിറം കൊണ്ട് നല്ല കറുത്ത ആളാ. ഈ ജാതി ഭ്രാന്തന്മാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നത്തെ ഭരണഘടനാ സെൻസസ് ഉണ്ടല്ലോ, ജാതി തിരിച്ചിരിക്കുന്ന സെൻസസ് വെച്ച് നോക്കിയാൽ യാദവ കുലങ്ങൾ വീട്ടിൽ പോയിട്ട് ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി. പട്ടികജാതി പട്ടികവർഗത്തിന്റെ 8ാമത്തെ പട്ടികയിലാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായ ഹിന്ദു ദർശനം ജാതീയതയ്ക്കെതിരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എല്ലാവരിലും വസിക്കുന്നത് ഈശ്വരൻ. അങ്ങനല്ലേ പറയുന്നത്? ഈശ്വര സർവഭൂതാനാം. പ്രഹ്ലാദൻ എങ്ങനെയാ ഭഗവാനെ കുറിച്ച് പറഞ്ഞത്? പ്രഹ്ലാദനോട് ഹിരണ്യകശിപു നിന്റെ നാരായണൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അത് ബ്രാഹ്മണനിലുണ്ട്, ക്ഷത്രിയനിലുണ്ട്, ഈഴവനിലില്ല, കുറവനിലില്ല, പൊലയനിലില്ല, നായരിലില്ല എന്നാണോ പറഞ്ഞത്? ആണോ? എന്താ പറഞ്ഞെന്താ? ഈശ്വര സർവഭൂതാന, എല്ലാത്തിലും ഈശ്വരനുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ തൂണിനകത്തുനിന്ന് പോലും ഭഗവാൻ പുറത്തു വന്നത്. സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ടെങ്കിൽ എല്ലാം ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽബത ഉണ്ടാവതല്ല മമ. പണ്ടേ കണക്ക് വരെ അങ്ങനല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാം ഒന്നാണ്, തുല്യമാണ്. ആരും ഒന്നിനു മുന്നിലോ പിന്നിലോ അല്ല. അപ്പൊ ഇവിടെ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനമുള്ള ആള്. ഈ ആളിനെ ദൂതനായി വിട്ടു. എവിടേക്ക്? ഭഗവാന്റെ അടുത്തേക്ക്. ഈ ദൂതനോട് പറഞ്ഞു വേഗത്തിൽ പോണം, സമയം താമസിക്കരുത്. എന്താ കാരണം? ഇനി 2 ദിവസമേ ഉള്ളൂ അല്ലേ? ചെന്ന് കാര്യം പറഞ്ഞു നേരെ വേഗത്തിൽ തിരിച്ചു വരേണ്ടതുണ്ട്. ഈ ദൂതൻ വളരെ വേഗത്തിൽ പോയി കൃഷ്ണനെ ചെന്ന് കണ്ടു. നേരെ ഒരു കത്തൊക്കെ കൊടുത്തുകൊണ്ടുള്ളൂ, പ്രേമലേഖനം. പണ്ടേ ഉണ്ട് ഈ സാധനം. മനസ്സിലായില്ലേ? ഇതൊക്കെ ആയിട്ടാണ് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. നേരെ കൊണ്ടുവന്ന് ഈ കത്ത് കൊടുത്തു. ഭഗവാനെ കണ്ടിട്ട് ഭഗവാൻ ചോദിച്ചത് ആര് തന്നു? അത് രുക്മിണി തന്നു. എവിടുന്ന് വന്ന്? ആരാണ് രുക്മിണി? അത് ഭീഷ്മക രാജാവിന്റെ മോളാണ്. ഓഹോ, അങ്ങനെ ഒരാളുണ്ടോ? ആ, അങ്ങനെ ഒരാളുണ്ട്. ശരി, കത്ത് മേടിച്ചു. ലോകത്താദ്യമായിട്ടായിരിക്കും ഇതേ കണക്കൊരു കത്ത് വായന. എന്താ കാര്യം എന്നറിയോ? കത്ത് മേടിച്ച് തുറന്നങ്ങോട്ട് നോക്കി. ആദ്യത്തെ വരി വായിച്ചിട്ട് ഭഗവാൻ ഈ കത്ത് തിരിച്ചങ്ങ് ഈ ദൂതന്റെ കയ്യിൽ കൊടുത്തു. മനസ്സിലായില്ലേ? ഈ ദൂതനെ കൊടുത്തെന്ന് പറഞ്ഞു ഉറക്ക വായിക്കും. ആരെങ്കിലും ലോകത്ത് ചെയ്യുമോ? സ്വന്തം കാമുകി പ്രേമലേഖനം എഴുതി കൊടുത്താൽ അത് കത്ത് കൊണ്ടുകൊടുത്ത ആളിൻ്റെ അടുത്ത് വായിക്കാൻ പറയൂ? ആരെങ്കിലും പറയൂ?
ഒരിക്കലും പറയില്ല. ഇവിടെയാണ് ആ കത്തിന്റെ പ്രത്യേകത. ഇവിടെ കത്ത് ശാരീരികമായ ഭാവത്തിലുള്ള പ്രേമമല്ല, ആധ്യാത്മികമായ ഈശ്വരനെ നേടാനുള്ള പ്രാർത്ഥനയാണ് ആ കത്ത്. മനസ്സിലായില്ലേ? ആ കത്ത് ഭാഗവതത്തിൽ പോലും അതുപോലെ എഴുതി വെക്കണം എന്നതുകൊണ്ടാണ് ആ കത്ത് ആരെ കൊണ്ട് വായിപ്പിച്ചത്? ആ ദൂതനെ കൊണ്ട് വായിപ്പിച്ചത്. അതൊരു പ്രാർത്ഥനയാണ്. ഒരു ജീവൻ എങ്ങനെയാണോ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ഐശ്വര്യവും നേടാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് ഭഗവാനെ നേടുന്നതെന്നാണ് ആ കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കത്ത് കേട്ടു. ഭഗവാൻ ചോദിച്ചു, ശരി, ഞാൻ ഈ രുക്മിണിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ഇനി ആ രുക്മിണിയെ കാണാതെ എങ്ങനെയാണ്? ഇതുവരെ കാണാത്ത ഒരാളിനെ ആരെങ്കിലും വന്ന് പറയുകയാണ് ഇങ്ങനെ അവിടെ ഒരു പെണ്ണുണ്ട്, വന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെഡിയാവും? അപ്പൊ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ ഈ ദൂതൻ, അതുകൊണ്ടാണ് ബുദ്ധിമാനായ ദൂതനെ അയച്ചത്. ഈ ദൂതൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു വർണ്ണന നടത്തുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ ഓരോ വ്യക്തികളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വലിയ അറിവാണ്. ഇവിടെ എങ്ങനെയാ രുക്മിണിയെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ? നമ്മളെയൊക്കെ നാട്ടിൽ കല്യാണാലോചനയൊക്കെ ആയിട്ട് വരുന്ന ബോക്കറോട് ചോദിക്കുക പെണ്ണെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ബോക്കർ എങ്ങനെയാ പറയുന്നത്? നല്ല സുന്ദരിയാണ് അല്ലേ, നല്ല സമ്പത്തുണ്ട്, ഇങ്ങനെയല്ലേ പറയുന്നത്? ആണോ അല്ലയോ? ഇനി ചെറുക്കനെ കുറിച്ചാണ് ചോദിക്കുന്നത്, എങ്ങനെയാ പറയുന്നത്? ഇതേണൊക്കെ തന്നെയാണ്, നല്ല ജോലിയുണ്ട്, പിന്നെ നല്ല സമ്പത്തുണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്, സുന്ദരനാണെന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ ഈ ദൂതൻ പറഞ്ഞത് സർവവിദ്യാസമ്പന്ന. ആദ്യമേ തന്നെ പറഞ്ഞത് എന്താ? വിദ്യാസമ്പന്നയാണ്, അറിവുള്ളവളാണ്. ഒരാൾക്ക് ആദ്യം വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യമോ പണമോ അല്ല. ഒരു മനുഷ്യന് ആദ്യം വേണ്ട, ഒരാളിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ ആദ്യം വേണ്ട ഗുണം എന്താ? അറിവാണ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യം പുറമേ ഉള്ള സൗന്ദര്യമൊക്കെ കാണത്തുള്ളൂ, പലതിൻ്റെ അകമൊക്കെ വളരെ മോശമായിരിക്കും. അപ്പൊ പുറമേ ഉള്ളത് കണ്ടിട്ടൊന്നും ചേർത്ത് പിടിച്ചു കളയരുത്. ചിലപ്പോൾ പുറമേ ഉള്ള സൗന്ദര്യം നല്ല ബ്യൂട്ടി പാർലറിൽ പോയാൽ പൂതനെ പോലും അവര് സീതയാക്കി വിടും. ഇന്നത്തെ കാലത്ത് പല സ്ഥലത്തും നടക്കുന്നതാ. പെണ്ണ് കാണാൻ വരുമ്പോഴും കല്യാണം കഴിക്കാൻ വരുമ്പോഴും കണ്ട പെണ്ണിനെ ആയിരിക്കത്തില്ല ചെറുക്കൻ പിറ്റേന്ന് രാവിലെ കാണുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യും? അന്ന് തൊട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നാട്ടുകാർ പോകും. അങ്ങനെയൊക്കെയുള്ള മേക്കപ്പാണ് ഇന്നത്തെ കാലത്ത് പലരും. മേക്കപ്പിലല്ല പ്രധാനം, സ്വഭാവത്തിന്റെ ഭാവത്തിലാണ്. ഇവിടെ ആദ്യം പറയുന്നത് സർവവിദ്യാസമ്പന്ന. മനസ്സിലായില്ലേ? അതാണ് ആദ്യത്തെ ഗുണം. രണ്ടാമത് പറയുന്നത് സർവസദ്ഗുണ. ആദ്യം അറിവ്, രണ്ടാമത് സദ്ഗുണങ്ങളുള്ളവൾ, മൂന്നാമതാണ് പറയുന്നത് നല്ല സുന്ദരി, സർവാംഗ സുന്ദരി. അപ്പൊ സൗന്ദര്യം മൂന്നാം സ്ഥാനത്താണ്. ഇനി സൗന്ദര്യം ഇല്ലെങ്കിലും ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നന്നായി. നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോഴും, നമ്മുടെയൊക്കെ വീട്ടിലെ ആൺകുട്ടികൾ പോയി കല്യാണം കഴിക്കുമ്പോഴും നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ആലോചിക്കാതെ എടുത്തു ചാടിയാൽ ചിലപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഈ സൗന്ദര്യമുള്ളവൻ പാമ്പിനെ വീട്ടിൽ വളർത്തുന്നതൊക്കെ കാണേണ്ടി വരും. നമ്മൾ കണ്ടില്ലേ? സൗന്ദര്യവും സർക്കാർ ജോലിയൊക്കെ നോക്കി കെട്ടിച്ചു വിട്ട പെൺകുട്ടിയെ കടിയിപ്പിക്കാൻ അവസരം പാമ്പിനെ വളർത്തി ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കൾ. അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊന്നും കച്ചവടച്ചരക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? പുറമേ ഉള്ളത് പലതും നോക്കിയിട്ടല്ല. അവരെ ജീവിതകാലം മുഴുവൻ പണവും വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അർഹതയുള്ളവന്റെ കൂടെ കെട്ടിച്ചു വിടുക, നല്ല സ്വഭാവമുള്ളവനെ നോക്കുക. അതാണായാലും പെണ്ണായാലും. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ഡിഗ്രി ഉണ്ടോ PG ഉണ്ടോ എന്നുള്ളതല്ല. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമായ അറിവ്. സർട്ടിഫിക്കറ്റിലുള്ള അറിവുള്ളത് കൊണ്ട് ജീവിക്കാനുള്ള അറിവ് ഉണ്ടാവില്ല. ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇപ്പോൾ 1 മാസം മുമ്പ് നിങ്ങളൊരു വാർത്ത കണ്ടു, കോടതി ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ ശിക്ഷിച്ചു അല്ലേ? കഷായത്തെ വിഷം കൊടുത്തു കൊന്ന പെൺകുട്ടിയെ. ആ പെൺകുട്ടി പഠിച്ച കാലത്ത് റാങ്ക് മേടിച്ച് ജയിച്ച കുട്ടിയാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങി നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡ് വെച്ച കുട്ടിയാണ്. പേരുമൊക്കെ അറിയാമല്ലോ, ഞാൻ പേര് പറയണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഇവിടെ വിദ്യ എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അറിവ്, നല്ല പക്വത. മനസ്സിലാവുന്നുണ്ടോ?
അതുണ്ടാവണം, ഗുരുത്വം ഉണ്ടാവണം, അറിവുണ്ടാവണം. അപ്പൊ അറിവ് വേണം. രണ്ടാമത് എന്താ പറഞ്ഞത്? സദ്ഗുണം വേണം, പിന്നെ സൗന്ദര്യം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, ഞാൻ വന്നോളാം. മനസ്സിലായില്ലേ? ഇനി നേരിട്ട് കാണണമെന്നൊന്നുമില്ല. ദൂതനോട് പറഞ്ഞു ഞാൻ വേഗത്തിൽ എത്തിക്കൊള്ളാം, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇനി അവിടെ വന്നാൽ ഈ സ്വയംവര സമയത്ത് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ വളരെ കൃത്യമായി രുക്മിണി വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ? കുടുംബദേവതയെടുത്ത് തലേന്ന് തൊഴുതാൻ പോകും. തൊഴുതിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇറങ്ങി വരുമ്പോൾ ഒന്ന് വന്നാൽ മതി. അതുവഴി ഒന്ന് വന്നാൽ തന്നെ ഞാൻ കുടുങ്ങി പൊയ്ക്കോളാം. നമ്മൾ നാട്ടിൽ ചിലപ്പോൾ പലപ്പോഴും പറയില്ലേ, ഇന്ന വീട്ടിലെ ആൺകുട്ടികൾ പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് പോയെന്ന് പറയും. സത്യത്തിൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ അടിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടിയാണ്. മനസ്സിലായില്ലേ? ഈ ആദ്യം പോയി ചൂണ്ടയിടുന്നത് ആൺകുട്ടിയായിരിക്കും, അവസാനം ചൂണ്ട ഉൾപ്പെടെ വലിച്ച് വെള്ളത്തിൽ ഇടുന്നത് പെൺകുട്ടിയാണ്. കാരണം ഈ തന്ത്രം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടിയാണ്. കാരണം എന്താ? പെൺകുട്ടിക്ക് നേരത്തെ കല്യാണാലോചന തുടങ്ങും. അപ്പൊ തൊട്ട് പറയും ഇനി പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞ് പിടിവിടാതെ പിടിയാലെ അവസാനം ചെറുക്കൻ കൊണ്ടുപോകേണ്ടി വരും. അത് നടക്കണേ. പലയിടത്തും നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ചെറുക്കൻ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആധാർ കാർഡും റേഷൻ കാർഡും ID കാർഡും ബാഗിൽ കിടക്കുന്ന പൈസയും ആദ്യമാരി ഉപയോഗിക്കുന്ന സ്വർണ്ണമൊക്കെ എങ്ങനെയാണ് അവിടെ പോകുന്നത്? ഇതൊക്കെ നേരത്തെ എടുക്കും. ആൺകുട്ടി അവസാനം പറയാണ് രക്ഷപ്പെടാൻ വേണ്ടി കാശില്ല, ജോലിയില്ല, കുഴപ്പമില്ല, അച്ഛൻ്റെ പണമൊക്കെ ഇട്ട് ഞാനെ കൊണ്ടുവരാം. ഇവിടെ പണ്ടും അതിങ്ങനൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു ഗതിയിലാണ്. അപ്പൊ ഇവിടെ രുക്മിണി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഉപാധി. മനസ്സിലായില്ലേ? എങ്ങനെയാണ് എന്നെ തട്ടിക്കൊണ്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദൂതൻ തിരിച്ചു വന്നു. ദൂതൻ രുക്മിണി അടുത്ത് വന്ന് ഈ കാര്യങ്ങളും പറഞ്ഞു. രുക്മിണിക്ക് ദൂതൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം അല്ലേ? ഇത്രയും വലിയൊരു കാര്യം ചെയ്താണല്ലോ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നേടിത്തരികയാണ്. എന്താ സമ്മാനം കൊടുക്കേണ്ടത്? ഓരോ വസ്തുക്കളും എടുക്കും. സ്വർണ്ണമാല എടുത്തു, വസ്ത്രം എടുത്തു, പണം എടുത്തു, ഇതൊക്കെ എടുത്ത് മാറ്റിവെച്ചു. കാരണം ഇതിനേക്കാൾ എല്ലാം വലിയ സമ്മാനം ബഹുമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും വലിയ സമ്മാനം എന്താ? ബഹുമാനമാണ്. ഇവിടെ രുക്മിണി 2 കൈയും കൂപ്പി നമസ്കരിച്ചു അദ്ദേഹത്തെ. ആ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ടുപുറകിൽ ഭഗവാൻ ഇവിടേക്ക് എത്തി. ഭഗവാൻ അവിടുന്ന് തന്റെ മന്ത്രിയായിട്ടുള്ള ദാരുവിനെയും കൂട്ടിയിട്ട് അവരെ തേര് തെളിയിച്ച് നേരെ ഈ വിവാഹ സ്ഥലത്തേക്ക് വന്നു ചേർന്നു. അപ്പൊ തലേന്നെത്തി അവിടെ ഭീഷ്മക രാജാവ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രുക്മി അറിഞ്ഞു കൃഷ്ണൻ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് രുക്മി എന്ത് ചെയ്തിട്ടില്ല? കൃഷ്ണനെ എതിർക്കാനൊന്നും പോയില്ല. എന്താ കാരണം? ഇവിടെ വലിയൊരു ദുരുദ്ദേശം മനസ്സിൽ കരുതി. എന്താ ആ ദുരുദ്ദേശം? ഈ കല്യാണ സമയത്ത് ഈ സ്വയംവര പന്തലിൽ വന്നിരിക്കുമല്ലോ കൃഷ്ണൻ, അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് അധിക്ഷേപിക്കണം. നിന്നെ ആര് വിളിച്ചിട്ട് വന്നു? നാണവമാനോ ഇല്ലടാ വലിഞ്ഞു കയറി വരാൻ, ഇറങ്ങടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടണം. അപ്പൊ എല്ലാവരും മുമ്പിൽ വെച്ച് പരസ്യമായി ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യല്ലേ? അല്ലേ? അപ്പൊ നാട്ടുകാരെല്ലാം മുമ്പിൽ വെച്ച് നിങ്ങളെ ആക്ഷേപിച്ച് നിങ്ങൾ പറയില്ലേ, ഓ ഇതിനേക്കാൾ നല്ല എന്നെ കൊല്ലുന്നതാണ് പറയാറില്ലേ? അപ്പൊ അതുപോലെ ആക്ഷേപിക്കുക എന്നാണ് ആര് ധരിച്ചത്? രുക്മി. പക്ഷെ രുക്മിയുടെ ചിന്ത നടന്നില്ല. അവിടെ വിവാഹത്തിന്റെ തലേ ദിവസം അവിടുത്തെ ഈ കുടുംബദേവതയെ തൊഴുതാൻ പോയി തിരികെ വരുന്ന സമയത്ത് നേരെ ഭഗവാൻ തന്റെ രഥത്തില് വളരെ വേഗത്തിൽ ദാരുവിൻ രഥമോട്ടിക്കുന്നു. ഭഗവാൻ ആ രഥത്തിൽ പുറകിൽ നിന്ന് വളരെ വേഗത്തിൽ കടന്നു വന്നു. ആ സമയത്ത് നേരെ ഈ ഭഗവാൻ തന്റെ കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തു. ആ കൈകളിലേക്ക് പിടിച്ചുകൊണ്ട് രുക്മിണി ഒരൊറ്റ കുതിപ്പിന് നേരെ എവിടെ വന്നു? ആ രഥത്തിലേക്ക് കയറി ഭഗവാന്റെ ശരീരത്തോട് ചേർന്നു. അങ്ങനെ ഭഗവാൻ രുക്മിണിയെ കൊണ്ട് പോകുമ്പോൾ ഭടന്മാർ ഓടിച്ചെന്ന് അവിടെ ശിശുപാലനോടും രുക്മിണിയോടും പറഞ്ഞു, ദേ കൃഷ്ണൻ രുക്മിണിയെ കൊണ്ടുപോകുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന ശിശുപാലൻ അല്ലേ, കൃഷ്ണനെ എതിർക്കുന്ന സഹോദരൻ. ഇവർ രണ്ടുപേരും കൂടി ഭഗവാനെ എതിരിടാൻ തയ്യാറായി. അങ്ങനെ രുക്മി ഒരു ശപഥം ചെയ്തു, അവിടെ രുക്മിണിയെയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല, കൃഷ്ണനെ ഞാൻ ഇന്ന് വധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയുധം എടുത്തുകൊണ്ട് രുക്മി വന്നു. ഭഗവാനെ തടഞ്ഞു. അങ്ങനെ ഭഗവാനുമായി വളരെ വലിയ യുദ്ധം നടന്നു. ഈ സമയമായപ്പോഴേക്ക് ഭഗവാനെ സഹായിക്കാൻ ബലരാമനും സൈന്യമായി വന്നു. അവരും യുദ്ധത്തിന്റെ ഭാഗമായി. ഒടുവിൽ രുക്മിയെ പിടിച്ചുകെട്ടി രുക്മിയെ വധിക്കാൻ തുടങ്ങുമ്പോൾ രുക്മിണി കൈകൂപ്പി ഭഗവാനെ. സഹോദരനാണല്ലോ, എത്ര തെറ്റ് ചെയ്താലും സഹോദരനാണ്, കൈകൂപ്പി. ഈ സമയം കൊണ്ട് ബലരാമൻ പറഞ്ഞു, കൃഷ്ണ അരുത്, അവൻ ഇപ്പം നമ്മുടെ ബന്ധുവാണ്, എന്തൊക്കെയാണെങ്കിലും അവൻ തെറ്റാണ് ചെയ്തത്, അവനെ വധിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ തന്റെ ദേഷ്യം പൂർണ്ണമായി മാറാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഈ രുക്മിയെ വിരൂപനാക്കി. എന്തിനാണ് വിരൂപനാക്കിയത്? അപമാനിച്ചു.
അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കുന്നതിന് തുല്യമാണ്. നേരെ വിരൂപനാക്കിയിട്ട് നേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തിരികെ ദ്വാരകയിലേക്ക് എത്തി. ദ്വാരകയിൽ വെച്ച് സമംഗളപൂർവ്വം ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിച്ചു വൈദിക വിധി പ്രകാരം. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ജീവന്റെ ഭഗവാനിലേക്കുള്ള ഈശ്വരനിലേക്കുള്ള പ്രയാണമാണ് രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞു. ഇവിടെ ഭഗവാനെ കുറിച്ച് എങ്ങനെയാ രുക്മിണി അറിഞ്ഞത്? കേട്ടിട്ടല്ലേ? ഇല്ലേ? ശ്രവണത്തിലൂടെയാണ്. കേട്ട് ആരാധന വന്നു. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ആദ്യം കേൾക്കുക, പിന്നെ അർച്ചിക്കുക, പിന്നെ സ്മരിക്കുക, പിന്നെ വന്ദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ദാസ്യഭാവത്തിലെത്തുക. അത് കഴിഞ്ഞ് നേരെ സഖ്യമുണ്ടാക്കുക, ബന്ധുത്വമാവുക, പിന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചു. ഇതാണ് രുക്മിണിയുടെ ജീവന്റെ ഗതി. നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു നവതാ ഭക്തി ഉള്ളവരായി നമ്മുടെ ജീവൻ മാറണം. ആ നവതാ ഭക്തിയിലൂടെ നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും കടന്ന്, എല്ലാ അജ്ഞാനത്തെയും കടന്ന് ജ്ഞാനമാകുന്ന ഈശ്വരനിലേക്ക് എത്തണം. ഇവിടെ ശിശുപാലനം, രുക്മി എന്നൊക്കെ പറയുന്നത് അജ്ഞാനമാണ്. മനസ്സിലാകുന്നുണ്ടോ? അജ്ഞാനം നമ്മളെപ്പോൾ എന്ത് ചെയ്യും? അജ്ഞാനം നമ്മളെ ഈശ്വരനിലേക്ക് പോകുന്നത് തടയാൻ ശ്രമിക്കും. അതിനെ കടന്നുകൊണ്ട് ഈശ്വരനെ നേടാനുള്ള വഴിയാണ് രുക്മിണി സ്വയംവരം. ഇതാണ് ആദ്യം പറഞ്ഞത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം എന്ന നിലയിലല്ല ഭാഗവതത്തെ പഠിക്കുന്നവർ രുക്മിണി സ്വയംവരം എടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ നിലയിൽ നമ്മുടെ യുദ്ധശാലയിലെ രുക്മിണി സ്വയംവരത്തിന്റെ പൂജാ